അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. കാട്ടാനയ്ക്കൊപ്പമുള്ള മറ്റൊരാനയെ തുരത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വനം വകുപ്പിന്റെ സംഘം കൂടി ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം ആന മയക്ക് സെഡേഷനിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ്, അതും ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഖിൽ, കൂടെയുള്ള ആനയെ അവിടെ നിന്ന് തുരത്താൻ കഴിഞ്ഞു? ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ആനയാണ്, മയക്കുവെടി വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആനയാണ്. പക്ഷേ ആനയ്ക്കൊപ്പം തന്നെ മറ്റൊരു ആന കൂടിയുണ്ട്. അത് ചെറിയൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായും അരുൺ സക്രയും സംഘവും ഈ ക്യാമ്പിൽ നിന്നും ഈ ആനക്കടുത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ആദ്യ സംഘം എത്തി ആനയെ സ്പോട്ട് ചെയ്തു. ആ ആന തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷമാണ് ഇപ്പോൾ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർ നേതൃത്വ സംഘം ഈ ആനക്കടുത്തേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ നിലവിൽ നിൽക്കുന്ന പ്രദേശത്തൊന്നും ഈ മറ്റ് ആനയിൽ നിന്നും മാറ്റിയിട്ടായിരിക്കും സ്വാഭാവികമായും മയക്കുവെടി വെക്കുക. അതിനെന്തായാലും ഈ കുങ്കികളുടെ സഹായമടക്കം ഒരുപക്ഷെ തേടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ആനയെ സ്പോട്ട് ചെയ്തു എന്നുള്ള ആശ്വാസമാണ്. എത്രയും പെട്ടെന്ന് തന്നെ, അധികം സമയം വൈകിക്കില്ല, ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ ആനയെ മയക്കുവെടി വെക്കുന്ന ആ ഒരു ഉദ്യമത്തിലേക്ക് വനംവകുപ്പ് കടക്കും. അത് തന്നെയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനയ്ക്ക് അടുത്തേക്ക് എന്തായാലും ദൗത്യസംഘം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ നിലവിൽ ആന ഒരു ചെരിവുള്ള പ്രദേശത്താണ് നിൽക്കുന്നത്. കുറച്ചുകൂടി താഴേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആനയ്ക്ക് സുഗമമായി വെടിവെക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ആ കൂട്ടത്തിലുള്ള മറ്റേ ഒരു കൊമ്പൻ, നമ്മൾ രാവിലെ അതിരാവിലെ നമ്മൾ ഇരുട്ടത്തുള്ള കുറച്ച് ആനയുടെ വിഷ്വൽ കാണിച്ചിരുന്നു. ആ ആന തന്നെയാണ് ഇത് എന്നുള്ളതാണ്. അതായത് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു നെറ്റിയിൽ മുറിവുണ്ട്, പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ആന തന്നെയാണ് ഇത്. നമ്മൾ അത് രാവിലെ ഈ ദൗത്യം വളരെ പെട്ടെന്ന് പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാട്ടാനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു, മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. പിന്നെ ഒപ്പമുള്ള ഒരു ആനയുണ്ട്, അതിനെ തുരത്താനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുകയാണ്. അതാണ് അല്പമെങ്കിലും ഈ ദൗത്യത്തിൽ വെല്ലുവിളിയായി നിൽക്കുന്നത്. ആനയെ തുരത്തിയ ശേഷം ഇപ്പോൾ മയക്കുവെടി വെച്ച് ആന സെഡേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം. അല്ലെങ്കിൽ കൂടുതൽ സമയം മയക്കം ആവശ്യമാണെങ്കിൽ ബൂസ്റ്റർ ഡോസുകൾ കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. എന്തായാലും രാവിലെ ഒരു ആശങ്കയുണ്ടായിരുന്നു, ആനയെ കൃത്യമായ സ്ഥലത്ത് വെടിവെക്കാൻ ഉതകുന്ന സ്ഥലത്ത് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ. ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന കാട്ടാന അതിനെ കൂടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുമോ അത് എന്നുള്ളൊരു കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. എന്നാലും അത്തരം ആശങ്കകൾക്കൊന്നും വകയില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ആനയെ മയക്കുവെടി വയ്ക്കാൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായത്. ഇക്കാര്യത്തിൽ പറയുമ്പോൾ അഖിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട്. കാരണം ഈ കാട്ടാന ഇങ്ങനെ സംരക്ഷണം ഒരുക്കി കൂടെ നിൽക്കുന്നത് കഴിഞ്ഞ തവണയും ഇത്തരം ഒരു സംഭവം ഉണ്ടായതാണ്. സ്വാഭാവികമായും അഖിൽ പറഞ്ഞതുപോലെ ആനയ്ക്ക് അറിയില്ല, ആനയ്ക്ക് ചികിത്സ നൽകാൻ വേണ്ടിയാണ് ഇത്തരം ശ്രമങ്ങൾ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തോ തരത്തിലുള്ള അപകടം വരാനുണ്ട് എന്നൊരു തോന്നൽ ആനയ്ക്കുള്ളത് കൊണ്ടായിരിക്കണം മറ്റൊരു ആന കൂടി ഇതിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതിനെ തുരത്തിയ ശേഷം മാത്രമേ ഇനിയിപ്പോൾ ഈ ആനയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. പടക്കം പൊട്ടിച്ചൊക്കെ അതിനെ തുരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെയാണ് വനം വകുപ്പ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കാരണം ആനയുടെ മുറിവ് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ അത് കൂടുതൽ രൂക്ഷമാകാനും ഇപ്പോൾ തന്നെ അതൊരു പഴുത്ത നിലയിലാണ്, കൂടുതൽ ആഴത്തിലുള്ള മുറിവുകളുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണമാണ് വനം വകുപ്പിൻ്റെ ഡോക്ടർമാർ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് വളരെ പെട്ടെന്ന് ചികിത്സ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂട് നിർമ്മാണം പൂർത്തിയായ ഉടനെ തന്നെ, അതായത് ഇന്നലെയാണ് കൂട് നിർമ്മാണം, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കൂട് നിർമ്മാണം പൂർത്തിയാക്കി. അതിനുശേഷം ഉടനെ തന്നെ ആനയെ ചികിത്സിക്കാനുള്ള ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ വനം വകുപ്പിൻ്റെ ഒരു സംഘമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘമുണ്ട്, അപ്പം അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം, അങ്ങനെ ഒരു 100 ആളുകളുടെ അടുത്തുള്ള ഒരു വലിയ സംഘം നടത്തുന്ന ഒരു ഓപ്പറേഷൻ കൂടിയാണ് ഇത് എന്നുള്ളതാണ്. എന്തായാലും ഇനി അടുത്ത നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അതിനിപ്പോൾ ആ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ ശാന്തമാണോ, മറ്റാന പോയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അഖിൽ, എന്ത് സംഭവിക്കുന്നു അവിടെ ഇപ്പോൾ? അഖിൽ, കേൾക്കാമോ? അവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ കൂടെ, അതായത് ഏഴാറ്റുമുഖം ഗണപതി എന്നും പറയുന്നു ജിൽസി, ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയാണ് മറ്റേ മയക്കുവെടി നൽകിയ ആനയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നത്. ആനയെ ആദ്യം തുരത്തിയതിനു ശേഷമാണ് 7:14 ആനയ്ക്ക് ആദ്യ ഡോസ് മയക്കുവെടി നൽകിയത്. പിന്നാലെ തന്നെ ആന, അതായത് ഈ ഏഴാറ്റുമുഖം ഗണപതി വീണ്ടും ആനയുടെ അടുത്തേക്ക് വന്നപ്പോൾ തുടർച്ചയായി വനംവകുപ്പ് പടക്കം പൊട്ടിച്ച് ആനയെ വിരട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയെ ഈ കയറ്റി കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കും. കുങ്കിയാനകളൊക്കെ തന്നെ ഈ ആനയുടെ അടുത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആനയെ മയക്കുവെടി നൽകി ഉള്ളിലേക്ക് കൊണ്ടുപോകും. എന്തായാലും നമ്മൾ ഈ ആനയുള്ള, അതായത് ആന ഇപ്പോൾ നിലവിൽ ഈ ചെക്ക് പോസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അവിടേക്ക് നീങ്ങുകയാണ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പക്ഷേ ആനയുടെ ദൃശ്യം നമുക്ക് കാണിക്കാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. ഇനി ചികിത്സ, അതായത് ഇപ്പോൾ ആനയ്ക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് ആനയ്ക്ക് മയക്കുവെടി നൽകിയിട്ടും മറ്റ് അവശതകളൊന്നുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഡോക്ടർ CCF അടക്കം ഒരു പ്രതീക്ഷ, അതായത് ആനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്നൊരു ആശങ്ക പങ്കുവച്ചിരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വന്നപ്പോഴും 30% ചാൻസ് ആണ് പറഞ്ഞത്. ആ ചാൻസ് വനംവകുപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ മയക്കുവെടി നൽകിയിരിക്കുന്നു. ഇപ്പോഴൊന്നും ആനയ്ക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ, ശാരീരിക അവശതകളൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലെ കാര്യങ്ങൾ അങ്ങനെയല്ല, ആശ്വാസകരമാണ്. ആനയ്ക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയെ കോടനാടി കൊണ്ടുപോയത്. ഇനി സമയം വൈകിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അത് മറ്റേ ആന കൊമ്പരൊന്ന് നീങ്ങിയപ്പോഴേക്കും ആനയ്ക്ക് മയക്കുവെടി വനംവകുപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇനി ആനയെ അധിക നേരം ഇവിടെ വെച്ച് താമസിപ്പിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ കുങ്കിയാനകൾ ഉപയോഗിച്ച് ലോറിയിലേക്ക് കയറ്റും. അതിൽ ഇനി മറ്റു സ്ഥലത്തേക്ക് നീക്കുകയോ മറ്റൊന്നും ഉണ്ടാവില്ല, അവിടെ തന്നെ നിർത്തിയായിരിക്കും. അതിനിടയിൽ ഒരു 1-2 ബൂസ്റ്റർ ഡോസ് കൂടി ആനയ്ക്ക് വീണ്ടും നൽകും എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിലവിൽ ആശ്വാസകരമായ ഒരു കാര്യം, ആനയെ അല്പസമയത്തിന് കോടനാടി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ്. അത് കോടനാടിക്ക് കൊണ്ടുപോകാൻ ഈ പ്ലാന്റേഷനിലൂടെയുള്ള വഴി മാത്രമാണ് ഉള്ളത്. അതിന് മറുതല അപ്പുറത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെയും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്താണ് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ വനംവകുപ്പ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതുവഴിയുള്ള ഗതാഗതമൊക്കെ തന്നെ നിർത്തിയിട്ടുണ്ട്. അതായത് ഒരു വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാനുള്ള പെർമിഷൻ ഈ ദൗത്യം തീരുന്നവരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ യാന ആ ഒരു ചെക്ക് പോസ്റ്റിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഏറെ ആശ്വാസമാണ് വനംവകുപ്പിനെ സംബന്ധിച്ചോളം എന്നുള്ളതാണ്. ഈ ദൗത്യം വളരെ ഒരു പ്ലസ് ആയിട്ട്, അല്ലെങ്കിൽ ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ വനംവകുപ്പിനുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. എന്തായാലും ആന ഇപ്പോൾ 2 ആനകൾ, അതായത് തൊട്ടടുത്തായി തന്നെ മറ്റേ കുങ്കിയാനകളും ഒക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ കാണിക്കാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതാ ഈ ദൗത്യ സംഘം ആനയ്ക്കടുത്ത് നിൽക്കുന്നു. ആന നിലവിലുറപ്പിച്ചിരിക്കുന്ന ഈ ചെക്ക് പോസ്റ്റിന് സമീപത്തായിട്ടാണ് നമ്മൾ ദൃശ്യങ്ങൾ ഇപ്പോൾ ആ ആനയെ കാണിക്കും. അതായത് കുങ്കിയാനകൾ എത്തിയിരിക്കുന്നു. കുഞ്ചു, അതുപോലെ തന്നെ കോന്നി സുരേന്ദ്രനും മറ്റു ആനകളും ഈ ആനയ്ക്ക് സമീപമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകും. എന്തായാലും അതിനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ആശ്വാസം, അതായത് കൃത്യമായി ദൗത്യത്തിൽ ഒരു നിറവേറ്റാൻ വനംവകുപ്പിനെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആന, അതായത് കുങ്കിയാനകൾ കൃത്യമായി അവിടെ നിൽക്കുന്നു. അതിനടുത്തായി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 2 കുങ്കിയാനകളാണ് ആനയുടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതും അത് തന്നെയാണ്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുന്നു. ആനകൾ, അതായത് ദൗത്യ സംഘവും അതുപോലെ തന്നെ കുഞ്ചുവും വിക്രവുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സുരേന്ദ്രൻ കൂടി ഇനി എത്തും. സുരേന്ദ്രൻ കൂടി അല്പം എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ 3 കുങ്കിയാനകളും ഇവിടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൃത്യമായി കാണുന്നത്. അപ്പോൾ ഏറെ ആശ്വാസകരമായ ഒരു കാര്യം, ആന ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റിന് സമയത്ത് നിൽക്കുന്നു. ഇവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ കൊണ്ടുപോകുന്നു. ആന മയങ്ങിയിട്ടുണ്ട്, ആന സെഡേഷനിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ്. ആന അവിടെ അനങ്ങാതെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പരിക്കേറ്റ ആന അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ഒരു ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത്. ആനയ്ക്ക് ചികിത്സ നൽകുന്ന ഒരു ദൃശ്യം, അതാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ അല്പസമയത്തിന് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 3 കുങ്കിയാനകളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കുങ്കിയാനകളെയാണ്.